ഹലോ വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഹെയർ കെയർ ചാലഞ്ചിൻ്റെ 39ാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് ഇടയ്ക്കൊക്കെയും ഒന്ന് കാണിച്ചു തരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതാ ഞാൻ ഈ ഒരു സിറമാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതെന്താണ് സംഭവം എന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ നമുക്ക് വേഗം കണ്ടിട്ട് വരാം ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിൽ സ്വല്പം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എടുക്കുന്നത് ചെമ്പരത്തിയുടെ പൂവാണ്. ഇതൊരു 5-6 ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഏത് ചെമ്പരത്തിയാണോ ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇനി ഈ വെള്ളം എത്രയുണ്ടെന്ന് ഏകദേശം ഇതിൻ്റെ കളർ മാറിക്കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ നന്നായിട്ട് ഞെരടി എടുക്കുകയാണ്. ഞെരടി എടുക്കുന്നതിന് മുൻപേ അറിയേണ്ട ഒരു കാര്യം, നമ്മളുടെ കൈ നന്നായിട്ട് ക്ലീൻ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് നമുക്ക് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ഇല്ല എങ്കിൽ അഴുക്കുകളോട് കൂടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അറിയാമല്ലോ, നമ്മളുടെ സ്കാൽപ്പിനെ തന്നെ അത് ഡാമേജ് ആക്കും. അപ്പോൾ നല്ല രീതിയിൽ കൈ വെച്ച് ഞെരടുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം വേറെ തന്നെയാണ്. അപ്പോൾ ഞാൻ മാക്സിമം സത്ത് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കൈ വെച്ച് തന്നെ ഞെരടി എടുക്കണം. ഈ ചെമ്പരത്തി പൂവുണ്ടല്ലോ നമ്മളുടെ മുടിക്ക് അത്ര അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇലയും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു 2-3 മിനിറ്റൊക്കെ അല്ലേ വേണ്ടു ഇത് ആക്കിയെടുക്കാനായിട്ട്. ഇതുണ്ടല്ലോ നമ്മുടെ മുടി നന്നായിട്ട് വളരാനായിട്ടും പുതിയ മുടികൾ വളരാനായിട്ടും അതുപോലെ അകാല നര തടയാനായിട്ടും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ അരിച്ചെടുത്ത് വന്നപ്പോഴേക്കും ഇതാ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, എന്നാൽ നമുക്കിത് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഞാൻ മുടിയിലെ ജടയൊക്കെ അത്യാവശ്യം ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. മുടി അത്യാവശ്യം നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുന്നില്ലെങ്കിലും എനിക്ക് തൊടാൻ വളരെ സോഫ്റ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ മസാജ് ചെയ്തിട്ടാണ് കേട്ടോ മുടി ഇത്രയൊക്കെയെങ്കിലും ആക്കി എടുത്തത് ആ ഒരു സ്കാൽപ്പ് കാണുന്ന അവസ്ഥയിൽ നിന്നും. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഒത്തിരി കുഞ്ഞു മുടികളുണ്ട്. ഇപ്പോൾ എണ്ണ ഇടാതെ ആണെങ്കിലും ഞാൻ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഭയങ്കര റഫായിട്ടൊന്നല്ല, വളരെ സോഫ്റ്റായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കും എല്ലാ ഭാഗത്തേക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും സ്കാൽപ്പിൽ. അപ്പോൾ ഒത്തിരി കുഞ്ഞു കുഞ്ഞു മുടികൾ വരും, ഉള്ള മുടി നീളം വയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ്. എന്തിനാണെന്നറിയണ്ടേ, നമുക്കിതാണ് ആ ഒരു നമ്മളുടെ എന്താ പറയുക സിറമിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മളുടെ സ്കാൽപ്പ് മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു എളുപ്പപ്പണിയാണ്. ഇതാകുമ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഓരോ ഭാഗത്തും വകച്ചിലെടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം വകച്ചിലെടുക്കുന്ന ഭാഗത്ത് കുറച്ച് മുടി കുറവുണ്ടാവും. അപ്പോൾ ആ ഭാഗത്ത് ഞാൻ നല്ലോണം അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ഭാഗത്തേക്കും വകച്ചിലെടുത്തിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് ആവാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചിലവർക്ക് നീരിറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ നെറുകയിൽ കുറച്ച് മാത്രം അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് മുടി എവിടെയാണോ ഏറ്റവും കുറവുള്ളത് ആ ഭാഗത്ത് കൂടുതൽ അപ്ലൈ ചെയ്യാനായിട്ടാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ഏറ്റവും സൈഡിലോട്ടുണ്ടല്ലോ അവിടെ എനിക്ക് മുടി വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഈ ഒരു ഭാഗത്ത് ഞാൻ അപ്ലൈ ചെയ്ത് ഏകദേശം അവിടെ കുഞ്ഞു കുഞ്ഞു മുടികൾ നിങ്ങൾ കാണുന്നില്ല. അതുപോലെയും ഉണ്ടായിരുന്നില്ല, നന്നായിട്ട് നെറ്റി കയറിയിട്ടായിരുന്നു. അത്രയൊക്കെ വന്നതുണ്ടല്ലോ നമ്മളുടെ ഓയിൽ അതുപോലെ കെയർ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഷൂട്ട് ചെയ്യുക അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ വീഡിയോ ജസ്റ്റ് കാണിച്ചു തരിക മാത്രം ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പേർക്ക് കാണുമ്പോൾ കുറച്ചുകൂടെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണെന്ന് പറയുന്നത് കൊണ്ടാണ് ഇടയ്ക്കെങ്കിലും ഞാൻ ഇതുപോലെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് കേട്ടോ. ഇനി ഒന്ന് ജസ്റ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കും. എനിക്കിപ്പോൾ നീരിറക്കം അത്ര വലിയ രീതിയിൽ ഉണ്ടാവാറില്ല. അതുകൊണ്ടൊന്ന് പുറത്തേ വെറുതെ നടക്കും കാര്യങ്ങളൊക്കെ ചെയ്യും, മുടി ഇങ്ങനെ അഴിച്ചിട്ടിട്ട് തന്നെ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുടിയുടെ എൻഡ് വരേക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം മുടി ഭയങ്കര സോഫ്റ്റ് ആവുന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ മുടിക്ക് വളരെ നല്ലതാണ്. ഒരു നാച്ചുറൽ കറുപ്പ് കാര്യമൊക്കെ നിൽക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്, എൻഡ് വരേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് ഉലുവ സിറം പോലെ അത്ര ഭയങ്കര സ്മൂത്താക്കുന്നു എന്നൊന്നും പറയില്ല, പക്ഷേ ഇത് മുടി വളരാനും മുടിയുടെ ആരോഗ്യം നിലനിർത്താനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ മസാജ് ചെയ്ത് കൊടുത്ത് ഇനി കുറച്ച് സമയം ഇരുന്നതിന് ശേഷം നമുക്ക് എന്താ പറയുക സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഹെയർ വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇതുപോലെ തലയിൽ നന്നായിട്ട് പിടിക്കാനായിട്ട് വയ്ക്കും. എന്ത് സംഭവം നമ്മളുടെ തലയിൽ പിടിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ നല്ലൊരു ഗുണം കിട്ടുക. കുറച്ച് നേരം ഞാനിങ്ങനെ ഇരുന്നതിന് ശേഷം ഒന്ന് തല വാഷ് ചെയ്തിട്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. ഇനി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.